ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനും ഇച്ചൂസും ഇന്ന് ചാവക്കാടേക്ക് പോവാണ്. കാരണം ഷിക്കുവിൻ്റെ കസിൻ്റെ കല്യാണമാണ്. അപ്പോൾ 1 to 4. അപ്പോൾ ഇന്ന് ഗ്രൂം ട്യൂബിയാണ്. അങ്ങനെ ഞങ്ങൾ ചാവക്കാടേക്ക് പോണതിൻ്റെ ഇടയിൽ ഒരു 8-ൻ്റെ പണി കിട്ടി. അത് കാണിച്ചു തരാമെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ പോണ വഴിക്കാണ് എന്താ പറയുക, നമ്മളൊരാൾ വൈമാളിൽ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ വെച്ചു ആളെയും കൂടി പിക്ക് ചെയ്തിട്ട് ഒരുമിച്ച് പോകാമെന്ന് വെച്ച്. അപ്പോൾ ആൾ 3rd ഫ്ലോറിൽ ഉണ്ട് എന്ന് പറഞ്ഞ് ബാങ്ക് ഓഫ് ബറോഡയുടെ അതിൽ. അപ്പോൾ ഞാൻ ആളെ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഉള്ളിലേക്കൊക്കെ കയറി പോവാണ്. എനിക്കൊന്നറിയാം, ആദ്യമായിട്ടാണ് പോകണത്. പക്ഷേ ഉള്ളിലേക്കൊക്കെ വലിയ കാര്യത്തിൽ ഞാൻ കയറിപ്പോയി. പക്ഷെ അവിടെ ഒന്നും കണ്ടില്ല. അങ്ങനെ ഞാൻ ഇനി ആൾ പുറത്തേക്ക് എങ്ങാനും പോയോ എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ അവിടെ നിന്ന് പോരുന്ന സമയത്താണ് ദേ ഇരിക്കണം നമ്മളാൾ അവിടെ ഇരിക്കുകയാണ്. ആൾ ഫസ്റ്റാണ് ഇന്ന് ജോബിന് കയറിയേക്കണതാണ്, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ആൾ ഇറങ്ങാൻ ഇത്തിരി ലേറ്റാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ഹിസാംക്കെ വിചാരിച്ചു പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു, ആ ടൈമൊന്ന് ടാലി ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിൽ കയറിയിട്ട് ചിക്കിങ്ങിൻ്റെ ഇതിൽ കയറിയിട്ട് ഞങ്ങൾ ബർഗർ ഓർഡർ ചെയ്തു. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ബർഗർ എത്തി. ഒരു മിനി ബർഗറാണിത്. എന്താ പറയുക, ആൾ വരുന്ന വരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കണതിന് വേണ്ടിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് അത് പൊളിക്കുന്ന ടൈം ആയപ്പോഴേക്കും ആളെത്തി. അപ്പം ഞാൻ ആൾക്കും കൂടി ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ 3 പേരും കൂടി ബർഗറൊക്കെ കഴിക്കുകയാണ്. ചീസൊക്കെ ഉള്ള കാരണം തന്നെ ബർഗർ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു, സൂപ്പർ സാധനമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി പാർക്കിങ്ങിൻ്റെ ഏരിയയിലേക്ക് പോണ സമയത്താണ് സംഭവം കണ്ടത്. ടയർ പഞ്ചറായി ഗൈസ്. അങ്ങനെ നോക്കിയപ്പോൾ ഒരു തരി എയർ പോലും ഇല്ല അതിൽ. എന്നുവെച്ചാൽ ഒരു തരിയെങ്കിലും എയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാർക്കിംഗ് സെക്ഷനിൽ നിന്ന് പുറത്തേക്ക് ഹൈവേക്ക് എടുക്കായിരുന്നു. പക്ഷെ അതൊന്നും പറ്റിയില്ല. അങ്ങനെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഒരാളെ കിട്ടി. പക്ഷെ ആൾക്ക് അങ്ങനെ വല്ലാണ്ട് പണി അറിയില്ല എന്ന് തോന്നുന്നുണ്ട്. ആൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ അവിടെ നിന്ന് ഇങ്ങനെ വൈകുന്നേരമായി. കുറേ ഒരു 3-4 മണിക്കൂറായി. ഞങ്ങളെ ഗ്രൂം ട്യൂബൊക്കെ കൊളായി എന്തായാലും. അങ്ങനെ രാത്രിയായി, ഇപ്പോഴും ആളെത്തിയിട്ടില്ല. ഞങ്ങൾക്കാണെങ്കിൽ വണ്ടി അവിടെ നിന്ന് നീക്കാനും പറ്റില്ല, വേറൊരാളെയും വിളിക്കാനും പറ്റില്ല. അങ്ങനെ ആയെന്ന് ഇപ്പോൾ അവിടെ നിന്ന് കുറേ നേരം ഒരു 3-4 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ആളെത്തിയിട്ട് ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോണ വഴിക്ക് തന്നെ ഫുഡൊക്കെ കഴിക്കാമെന്ന് വെച്ചു. കാരണം വീട്ടിൽ അവരുണ്ടാവില്ല, ഫംഗ്ഷന് പോയൊക്കെ ആയിക്കില്ല. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് അകലാടെ എത്തിയിട്ട് മറ്റേ ചിക്കൻ പൊള്ളിച്ചതും നെയ്ച്ചോറൊക്കെ ഉണ്ടല്ലോ 100 രൂപയ്ക്ക്. അപ്പം അതൊക്കെ കഴിച്ച്. അപ്പം ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.